ഇപ്പൊ ഷാരിസ് ഖാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. ഇപ്പൊ ഷാരിസ് ഖാൻ ക്യൂവിന് ജനഗണമന ഒരു മലയാളി എന്ന് പറഞ്ഞ ഒരു ദിവസം എന്താ കുറെ പൊളിറ്റിക്സ് പച്ചയ്ക്ക് അല്ലെങ്കിൽ പറഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു കീ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നിയില്ല സത്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ സമയത്ത് എന്നെ കൊണ്ട് ഇവർ ചെയ്യിച്ച് നോക്കി ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഷാരിസ് ഖാൻ അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതുപോലെ അതേപോലെ ഈ ഓഡീഷൻ നടക്കുന്ന സമയത്ത് ആൾ കൂടെ നിന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓരോ ഇത് എത്തുമ്പോൾ പറയും ഇത്തിരി കൂടി മീറ്റർ കൂട്ടിപ്പിടിക്കുക, ഇത്തിരി കുറച്ച് പിടിക്കുക. അങ്ങനെ എൻ്റെ അടുത്തു നിന്നല്ല എല്ലാവരുടെ അടുത്തും ബിൻഡോ സാറും ഷാരിസ് ഖാൻ നിന്ന് ഇതിൽ കുറച്ച് പേരാണ് മീൻസ് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ, കുറേ പേര് പുതുമുഖങ്ങൾ വന്നിക്കണതാണ്. അപ്പം അവരൊക്കെ അത്ര അവർ എഫേർട്ട് എടുത്തിട്ട് അവർ ഓരോ സീനും അത് അത്ര പെർഫെക്റ്റ് ആയാൽ മാത്രമേ അത് ഓക്കെ പറയുള്ളൂ. പക്ഷെ അത് നമ്മളാരും അങ്ങനെ ടെൻഷൻ ആക്കിച്ചിട്ടല്ല, ഇത്തിരി കൂടി നമുക്ക് കൂട്ടിപ്പിടിച്ചാലോ മമ്മി അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൂളാണ്. അല്ലാണ്ട് അതങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് അങ്ങനെ പറയുമ്പോൾ ടെൻഷനാണ്. ഇത് ഭയങ്കര കൂളാക്കിയിട്ടാണ് നമ്മളെ എല്ലാം ചെയ്യിച്ചു, എന്നെ എന്നല്ല എല്ലാവരും. ആ ഒരു ഫാമിലിയുടെ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഇന്നലെ സക്സസ് മീറ്റിൽ കാണാൻ പറ്റും. ധ്യാൻ ചേട്ടനെ കട്ട് ചെയ്ത സീനുകളൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെയുള്ള പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു കുടുംബത്തിൽ നമ്മൾ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്താലാണ് അത് സക്സസ് ആവും. അതുപോലെ തന്നെ ഈ മാജിക് ഫ്രെയിംസിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതിലത്തെ AD-കൾ, അസോസിയേറ്റ്, ക്യാമറ, അവരെല്ലാവരും ഭയങ്കര ഷൂട്ടിന്റെ സമയത്ത് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ആളധികം ഒന്നും സംസാരിക്കില്ല, പക്ഷെ ആള് വന്നെല്ലാം നോക്കി എല്ലാവരും എല്ലാവരും കംഫർട്ടബിൾ ആക്കിയിട്ട് ആള് പോകും.